ഹലോ. അപ്പോൾ നമ്മൾ കുടുംബശ്രീക്കാരെല്ലാം കൂടെ ഒരു വൺ ഡേ ടൂറ് പോയതാണ്. കാസർഗോഡ് ബേക്കൽ കോട്ടയിലേക്കാണ് നമ്മൾ വൺ ഡേ ടൂറ് പോയത്. പണ്ട് 10ാം ക്ലാസ്സിലെല്ലാം പഠിച്ചതല്ലാണ്ട് ബേക്കൽ കോട്ട ഇതുവരെ കാണാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇത്തവണത്തെ ടൂറ് ബേക്കൽ കോട്ടയിലാവട്ടെ എന്ന് തീരുമാനിച്ച് നമ്മൾ എൻട്രി പാസ്സെല്ലാം എടുത്ത് ബേക്കൽ കോട്ടേൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. 30 രൂപയാണ് എൻട്രി ഫീസ്. രാവിലെ 9:30 മണിക്കാണ് അവിടെ എത്തിന്. അപ്പം തന്നെ നല്ല വെയിലാണ്. അപ്പോൾ ഉദ്യാനം എന്ന് പറയുന്നുണ്ടെങ്കിലും ഉദ്യാനത്തിൽ പൂക്കളൊന്നും കാണാനൊന്നുമില്ല. എല്ലാം ഉണങ്ങിപ്പിടിച്ച കുറേ പുല്ലുകളാണ് കാണാനുള്ളത്. ഏകദേശം 35 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു ബേക്കൽ കോട്ടയാണിത്. ബേക്കൽ കോട്ട കണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കിണർ കണ്ടത്. വെള്ളമെല്ലാം ഉണ്ട് കേട്ടോ. പണ്ടത്തെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെല്ലാം കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കിണറാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ ഉയരത്തിലേക്ക് കയറി നിന്നിട്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബേക്കൽ കോട്ടേൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടും. ഫുൾ കല്ല് പാകിയിട്ടുള്ള ഇത് എന്ത് രസമാണെന്നറിയാം കാണാൻ. ഇന്നാണെങ്കിൽ വിചാരിക്കാൻ നമുക്ക് ഇതെല്ലാം ഒരു മിഷൻ വർക്കിലൂടെ ചെയ്യുന്നതാണ്. അന്ന് കൈ കൊണ്ട് ഒരു മിഷൻ വർക്കും ഇല്ലാണ്ട് കൈ കൊണ്ട് ചെയ്തതായിരിക്കുമല്ലോ അല്ലേ. അന്നത്തെ ആ ഒരു പണീൻ്റെ ഒരു മികവ് നോക്കിയാട്ടെ, അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതിൻ്റെ മേലെ കയറിയിട്ടാകുമ്പോഴുള്ള വ്യൂ ആണിത് കേട്ടോ. നമുക്ക് പുഴ വരെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് അതിൻ്റെ മേലെ കയറി നിന്നിട്ട് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഒഴിവ് ദിവസമാണ് പോയിന്. എന്നാൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഉണങ്ങിയിട്ടാണ് ഉള്ളത്. പുല്ലുകളെല്ലാം ഒന്നും അങ്ങനെ ഒരു വ്യക്തമായിട്ടൊന്നും ചെടി അങ്ങനത്തെ ഒന്നും കാണാനൊന്നുമില്ല. ഇത് തന്നെ ഇത് കോട്ട എന്ന് പറയാൻ ശരിക്കും ഇത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. ചെങ്കല്ല് പാകിയിട്ടുള്ള കോട്ടകൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കോട്ട നിർമ്മിച്ച് വെച്ചിട്ട് കാണാം. ഇത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് അവിടെ കണ്ട ഒരു കിണർ. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ ഓരോ കിണർ കാണാം കേട്ടോ. പണ്ട് ബ്രിട്ടീഷുകാർ പണിയെടുക്കാത്ത ഇന്ത്യക്കാരെയെല്ലാം കൊന്നു കുഴിച്ചു മൂടാൻ ഉപയോഗിച്ച കിണറാണെന്ന് ദൈവത്തിനറിയാം. ഇത് കണ്ട ആ പുഴയിലൂടെ നീന്തി വരുന്ന 2-3 ബോട്ടുകൾ കണ്ട, ചെറിയ ബോട്ടുകൾ. അത് കാണുമ്പോൾ ഏകദേശം ബ്രിട്ടീഷുകാർ വരുന്ന പോലെ തന്നെ ഇല്ലേ. ബേക്കൽ കോട്ടേൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ബോർഡ് എന്തെല്ലാമാണ് ബേക്കൽ കോട്ടേനെ പറ്റിയിട്ടുള്ള എല്ലാ വിശേഷങ്ങളും അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രമൊന്നും അറിയില്ല, എന്നാലും അതെല്ലാം വായിച്ചപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കുട്ടികൾക്കും അവിടെ പാസ് ഉണ്ട് കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഇവിടെ പാസ് ഉണ്ട്. ആദ്യമൊന്നും ഇവിടെ പാസ്സൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് കേട്ടിന്. അതെല്ലാം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം പാസ്സാക്കിയത് അങ്ങാറ്റാണ്. അങ്ങനെ നമ്മൾ ബേക്കൽ കോട്ട ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നിത്യാനന്ദ ആശ്രമത്തിലേക്കാണ്. ഒരുപാട് സന്യാസിമാരിലുള്ള നിത്യാനന്ദ ആശ്രമത്തിലേക്കാണ് പോയിന്. പക്ഷേങ്കിൽ അവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ല അതിൻ്റെ ഉള്ളിലേക്ക്. അതുകൊണ്ട് വെറുതെയെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. വേറൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല.